ഹായ് ഫ്രണ്ട്സ്, ഈ കുരുമുളക് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കുഴിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു സിമ്പിളായൊരു ഐഡിയ. ആദ്യമായി വേണ്ടത് ഒരു തെങ്ങിൻ്റെ മടലാണ്. നമുക്ക് പോയി എടുക്കാം. ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണം വേണം. ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇനി നോക്കട്ടെ അവിടെ ഉണ്ടോ. എന്തായാലും ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾ ഈ സൈഡ് രണ്ട് സൈഡും ചെത്തി കളയുക. കൈയിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇത് കിട്ടും, ഒരു മയം കിട്ടും, സുഖം കിട്ടും. മറ്റേ ഭയങ്കര വേദന ആയിരിക്കും കൈ. അപ്പോൾ ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ ചെത്തി റെഡിയാക്കാം. പിന്നെ ഈ ഭാഗം ചെത്തിക്കളയുക. ഭയങ്കര ഉണക്കം കേട്ടോ, പച്ച ഉണങ്ങണം. അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് പൊട്ടി പോകും. പച്ച ഉണങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പീസ്. കുട്ടികൾ ബാറ്റൊക്കെ കളിക്കണ മാതിരി ഇത് ഇവിടെ ചെത്തി റെഡിയാക്കാം. ഈ വേസ്റ്റാക്കി കളയുക. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മുറ്റത്തും ഈ ഭാഗത്തുള്ള പോലെ കത്തി മൂശ കമ്മിയാട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല മൂശുള്ള കത്തിയൊക്കെ ആയിരിക്കണം. ഇവിടെ ഇങ്ങനെ രണ്ടി കുത്തിയേക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഓക്കെ, ഇത് കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരെണ്ണം നമ്മൾ സൈഡ് കളയരുത്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് ഒരെണ്ണം വേണം. ഈ പീസ് ഇങ്ങനെ ഈ സൈഡ് കളഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെ വേണം. കണ്ടില്ലേ, സിമ്പിൾ ട്രിക്ക്. ഇത് എല്ലാവർക്കും ചെയ്യാം, എല്ലാവരും വീട്ടിലുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ വിറകിനുണ്ടായിരുന്ന ആ ഒരു ബാലൻസ് കൂടെ തരുന്നത് എടുത്ത് ചെയ്താട്ടോ. അപ്പോൾ ഇത് വെറുതെ നമുക്ക് കറ്റി കൊടുക്കാം. രണ്ടും കൂടെ കൂട്ടി ഇവിടെ അങ്ങനെ കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, സിമ്പിൾ മെത്തേഡ്. നമ്മളെ ഉപകരണം റെഡിയായി. ഇനി നോക്കാം എന്ത് ചെയ്യാമെന്ന്. ഉണ്ടോ, അപ്പോൾ കുരുമുളക് നമുക്കിതിൽ കൊട്ടിക്കൊടുക്കാം. തുടങ്ങി കൊട്ടിക്കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണം. പീസായിട്ട് വരും. ഈ ഇലകളൊക്കെ എടുത്ത് കളയുക. മുളക് മാത്രം വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കണം. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. കുട്ടികൾക്കോ എല്ലാവർക്കോ എല്ലാവർക്കും അങ്ങനെ ചെയ്യുക. ചവിട്ടുണ്ടാവുക, നീറ്റിലുണ്ടാവില്ല, കാലിന് വേദന ഉണ്ടാവില്ല, കാലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുണ്ടാവില്ല. വെറുതെ ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി.